പൂർണ്ണ ഹൃദയത്തോടെ നാഥാ ഞാൻ വരുന്നു, തിരുവേലയെ തികച്ചിടുവാൻ നിൻ കൃപ പകരണമേ. പൂർണ്ണ ഹൃദയത്തോടെ നാഥാ ഞാൻ വരുന്നു, തിരുവേലയെ തികച്ചിടുവാൻ നിൻ കൃപ പകരണമേ. ഞാൻ എന്റെ വഴികളെ നിരച്ചു, നീ എന്റെ പാതകളെ ഒരുക്കി, നീ ചെയ്ത നന്മകളോർത്തിടുമ്പോൾ സ്തോത്രം ഞാൻ പാടിടുന്നു. നിന്നെ അനുസരിപ്പാൻ നിന്നെ അനുകരിപ്പാൻ എൻ മനമൊരുക്കണം അരുമനാഥാ. നിന്നെ അനുസരിപ്പാൻ നിന്നെ അനുകരിപ്പാൻ എൻ മനമൊരുക്കണം അരുമനാഥാ. ദിവ്യവചനത്താൽ പുതുജീവൻ പ്രാപിപ്പാൻ തിരുകൃപ എന്നിൽ പകർന്നിടണേ. ദിവ്യവചനത്താൽ പുതുജീവൻ പ്രാപിപ്പാൻ തിരുകൃപ എന്നിൽ പകർന്നിടണേ. My dear friends, we are always in the presence of God. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും എപ്പോഴും യേശു കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് എന്നോർത്ത് കൊള്ളണം. Jesus Christ can always see where we are, how we are and other things. യേശു കർത്താവിന് എപ്പോഴും നാം എങ്ങനെയാണ്, നാം എവിടെയാണ് എന്നുള്ളതെല്ലാം കാണാൻ കഴിയും. Many times we are not aware of that. എന്നാൽ പലപ്പോഴും നാം അപ്രകാരം ചിന്തിക്കാറേയില്ല. But I tell you that to be aware of that makes our life very special and very happy one. നാം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ പ്രത്യേകതയുള്ളതാണെന്നും വളരെ സന്തോഷകരമായിട്ടുള്ളതാണെന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. And so this woman comes and Jesus is speaking to this woman. അതുകൊണ്ട് ആ സമയത്ത് ഈ സ്ത്രീ അവിടെ കടന്നു വരികയും യേശു അവളുമായി ഒരു സംഭാഷണം നടത്തുകയും ചെയ്തു. And also want to say something about this well. ഈ കിണറിനെ പറ്റി, ഈ ഉറവിനെ പറ്റി ചില കാര്യങ്ങളും നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. This is in the village Sychar. സുഖാർ എന്ന് പറയുന്ന ആ ഗ്രാമത്തിലായിരുന്നു ഈ കിണർ. This well has a spiritual importance. ഈ കിണറിന് പ്രത്യേകമായ ഒരു ആത്മീകമായ പ്രാധാന്യമുണ്ടായിരുന്നു. This was a well where Father Jacob was drinking the water. ഈ കിണറിൽ നിന്നാണ് അവരുടെ പിതാവായ യാക്കോബ് വെള്ളം കുടിച്ചിരുന്നത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. This land belonged to Father Jacob. പിതാവായിരുന്ന യാക്കോബിന് അവകാശപ്പെട്ടതായിരുന്നു ആ ഭൂമി. And this land was gifted by Jacob to his favorite son Joseph. തൻ്റെ ഇഷ്ടപുത്രനായ യോസഫിന് ദാനമായി നൽകിയതായിരുന്നു ഈ ഭൂമി. So that means this well has a very spiritual connection. അതുകൊണ്ട് തന്നെ ഈ കിണറിന് ആത്മീയമായ ഒരു വലിയ ബന്ധവും ഉണ്ടായിരുന്നു. And now Jesus is asking a simple question, woman, give me some water to drink. യേശു കർത്താവ് ഇപ്പോൾ വളരെ ലളിതമായ ഒരു ചോദ്യം ഈ സ്ത്രീയോട് ചോദിക്കുന്നു, എനിക്ക് കുടിക്കാൻ വെള്ളം തരുമോ? And the woman is asking, how come you ask me? You are a Jew and I am a Samaritan woman. അപ്പോൾ ഈ സ്ത്രീ യേശുവിനോട് പറഞ്ഞു, നീ ഒരു യഹൂദനായിരിക്കെ ശമര്യക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? And Jesus says, you do not know who is asking you. അപ്പോൾ യേശു അവളോട് പറഞ്ഞു, നിന്നോട് ചോദിക്കുന്ന ആളെ നീ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. Had you known who is that person, you would have asked the water. എന്നാൽ നിന്നോട് ചോദിക്കുന്ന ആൾ ആരാണ് എന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ നീ അവനോട് വെള്ളം ചോദിക്കുമായിരുന്നു. This place explicitly tells us how Jesus would feel when he was living in this world. യേശു കർത്താവ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശു കർത്താവ് എങ്ങനെയാണ് തന്നെ മനസ്സിലാക്കിയിരുന്നത് എന്ന് ഈ പ്രത്യേകമായ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. He was God's son. അവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. He was God himself. അവൻ ദൈവമായിരുന്നു. He was the one who led them out of Egypt. അവനാണ് ഈ മിസ്രൈമിൽ നിന്നും അവരെ വിടുവിച്ചത്. He was the one who raised judges and kings. അവനാണ് ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും ഉയർത്തിയത്.
But now he is walking, moving around like an ordinary human being. എന്നാൽ ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ ആ ഭൂമിയിലൂടെ യേശു അങ്ങനെ സഞ്ചരിക്കുകയാണ്. Nobody recognizes him as the King of Kings. രാജാക്കന്മാരുടെ രാജാവായി പലരും അവനെ തിരിച്ചറിഞ്ഞില്ല. But Jesus knows who he was. എന്നാൽ യേശുവിന് നന്നായി അറിയാമായിരുന്നു അവൻ ആരാണ് എന്ന്. And every time he would smile within himself, he does not know who I am. She does not know who I am. See, does he not say, Amma, you do not know who I am? യേശു കർത്താവ് തന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ പലപ്പോഴും അവൻ മനസ്സിലാക്കിയിരുന്നു തന്നെ കാണുന്നവരൊന്നും തന്നെ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഈ സ്ത്രീയോട് ചോദിച്ചിരിക്കാം, മകളെ നീ എന്നെ തിരിച്ചറിയുന്നില്ലേ? And now she says the another beautiful thing. She is extremely a simple, plain woman. So she says, you say that you will give me water. The well is very deep. You have no bucket. How will you give me water? ഈ സ്ത്രീ വളരെ സാധാരണക്കാരിയായ സ്ത്രീ ആയിരുന്നു എന്നുള്ളത് അവളുടെ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാകും. ഇത് പറഞ്ഞപ്പോൾ അവൾ യേശുവിനോട് പറഞ്ഞു, നീ വെള്ളം കോരുവാൻ കുടിക്കുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ വെള്ളം കോരാനുള്ള പാത്രം നിന്റെ കയ്യിൽ ഇല്ലല്ലോ. ഈ കിണർ വളരെ ആഴമുള്ളതാണ്. She looks extremely innocent. അവൾ വളരെ നിഷ്കളങ്കയായി കാണപ്പെടുകയാണ്. She looks like a small child. ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് അവൾ സംസാരിക്കുന്നത്. But also behind this conversation, there are a lot of traditions about this well. ഈ സംഭാഷണത്തിന് പിന്നിലും നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കിണറിനെ സംബന്ധിക്കുന്ന പല പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നു. This well, they say, whenever the people came to draw water, the water will rise to the surface and they simply took water from that. ഈ കിണറിനെ കുറിച്ചുള്ള അപ്രകാരമുള്ള ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്, ആളുകൾ വെള്ളം കോരാനായി വരുമ്പോൾ വെള്ളം ഇങ്ങനെ ഉയർന്നു വരികയും ആളുകൾക്ക് പ്രയാസമില്ലാതെ അതിൽ നിന്നും വെള്ളം കോരാൻ തക്കവണ്ണം അതിലെ വെള്ളം ക്രമീകരിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. And later this became the well of Miriam in Exodus. പുറപ്പാട് പുസ്തകത്തിൽ മിര്യാമിന്റെ കിണറായി ഇത് മാറി എന്നും പാരമ്പര്യങ്ങൾ പറയുന്നു. And we know that when they were moving in the wilderness, wherever Miriam moved, the well will come with her. പുറപ്പാട് സംഭവങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ എവിടെയൊക്കെ ജനം മുൻപോട്ട് പോയോ അവിടെയൊക്കെ മിര്യാമിനോടൊപ്പം ഈ കിണറും പോയിരുന്നു എന്നുള്ളൊരു പാരമ്പര്യവുമുണ്ട്. And also they say that on the day Miriam died, this well disappeared. മിരിയാം മരിച്ചതായ ദിവസം പിന്നീട് ഒരിക്കലും അവർ ഈ കിണർ കണ്ടിട്ടില്ല. So this well has so many historical nonsense, historical truths, insights behind it. അതുകൊണ്ട് ഈ കിണറിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായുള്ള പല സത്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. She might have heard all these things. ഒരുപക്ഷെ അവൾ ഇതെല്ലാം കേട്ടിരുന്നിരിക്കാം. But yet she is a very practical person. എങ്കിലും അവൾ പ്രായോഗികമായി മാത്രമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. Now she is asking, without bucket, how will you give me water? അതുകൊണ്ട് തന്നെ അവൾ യേശുവിനോട് ചോദിക്കുന്നു, നിന്റെ കയ്യിൽ പാത്രമില്ലല്ലോ, പിന്നെ നീ എങ്ങനെയാണ് വെള്ളം കോരുന്നത്? And you see now Jesus changes the conversation. അവിടെയാണ് യേശു ഈ സംഭാഷണത്തിന്റെ ഗതി തന്നെ മാറ്റുകയാണ്. And he would say, Amma, can you go and bring your husband? അവിടെ യേശു അവളോട് ചോദിക്കുന്നു, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരാമോ? And she immediately said, I have no husband. ഉടനെ തന്നെ അവൾ പറയുന്നു, എനിക്ക് ഭർത്താക്കന്മാരില്ല. And Jesus says, I know that. You had 5 husbands and now you live with one man and he's not your husband. അപ്പോൾ തന്നെ യേശു അവളോട് പറഞ്ഞു, എനിക്കറിയാം നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ നിന്റെ കൂടെയുള്ള ആളോ നിന്റെ ഭർത്താവല്ല. And here this language and the accent is very important. ഇവിടെ ഈ സംഭാഷണ രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. I have heard many people understanding this text like Jesus was hitting at her. പല ആളുകളും ഈ സംഭാഷണത്തിലൂടെ യേശു വല്ലാതെ അവളെ നേരിടുന്നു എന്നുള്ളത് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. We have seen many people who speak about other people's moral weaknesses. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് മറ്റുള്ളവരുടെ ധാർമ്മികമായ ദുർബലതകളെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളെ. That is not truly a human way of living. അത് മാനുഷികമായി നമ്മൾ ജീവിക്കേണ്ടതായ ഒരു സാഹചര്യമല്ല. I can never think or believe that Jesus would have spoken in that tone. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് ആ രീതിയിലാണ് അവളോട് സംസാരിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. But this is Father speaking to his daughter.
ഇവിടെ ഒരു പിതാവ് തൻ്റെ മകളോട് സംസാരിക്കുന്നത് പോലെയാണ് യേശു സംഭാഷിക്കുന്നത്. She was extremely a good woman. ഈ സ്ത്രീ വളരെ നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. But the men she met in her life were not adequate for her goodness. എന്നാൽ അവളിലുള്ള നന്മയ്ക്ക് സമാനമായിട്ടുള്ള പുരുഷന്മാരെ അല്ല അവൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയത്. One after another she is disappointed. ഒന്നിനു പുറകെ ഒന്നായി ഈ പുരുഷന്മാർ അവൾക്ക് സംതൃപ്തി കൊടുത്തിരുന്നില്ല. Can you imagine the heart of a father, how it is painful when the daughter is not getting a good person in her life? നമുക്കിപ്പോൾ ചിന്തിക്കാനായി കഴിയും, ഒരു പിതാവ് തൻ്റെ മകൾക്ക് അവൾക്ക് ഇഷ്ടമുള്ള ഒരു പുരുഷനെ കണ്ടുകിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം എത്രമാത്രം വേദനിക്കും എന്നുള്ളതും ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. This is precisely for this reason Jesus has come by this way. ഈ പ്രത്യേക കാരണം ഒന്നുമാത്രം കൊണ്ടാണ് യേശു കർത്താവ് ഈ വഴിയെ യാത്ര വന്നത്. Jesus has chosen this time to see his daughter. യേശു കർത്താവ് ഈ സമയം തിരഞ്ഞെടുത്തത് തൻ്റെ മകളെ കാണുവാനായിട്ടാണ്. And he wants to bring some happiness in her life. അവളുടെ ജീവിതത്തിൽ അല്പം സന്തോഷം പകരാൻ അവൻ ആഗ്രഹിച്ചു. And now she recognizes that this person is not an ordinary person. എന്നാൽ ഇപ്പോൾ തിരിച്ചറിയുകയാണ്, ഇയാൾ സാധാരണക്കാരനായ മനുഷ്യനല്ല. He knows about my life. അദ്ദേഹത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. He speaks about my family. എൻ്റെ കുടുംബത്തെക്കുറിച്ച് അവൻ സംസാരിക്കുന്നു. And definitely he is not offending me. അതുമാത്രമല്ല, അവൻ എന്നെ കുറ്റപ്പെടുത്തുന്നുമില്ല. That means he has a deep concern for my life. അതുകൊണ്ട് തന്നെ അവൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ അതിയായ ആഗ്രഹമുണ്ട്. And so now she changes the language. You are a prophet. അതുകൊണ്ട് തന്നെ അവൾ തൻ്റെ ഭാഷയിൽ ഒരു മാറ്റം വരുത്തിയിട്ട് അവനോട് പറയുന്നു, നീ ഒരു പ്രവാചകനാണ്. And so she begins to speak to Jesus Christ. അതേ തുടർന്ന് അവൾ യേശുവിനോട് തുടർന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. And once she knows that Jesus Christ is a prophet, she is asking, your people are worshipping in Jerusalem, our people are worshipping in Gerizim, which is the right place to worship? യേശു കർത്താവ് ഒരു പ്രവാചകനാണെന്ന് മനസ്സിലാക്കി അവൾ തുടർന്ന് ഈ ചോദ്യങ്ങൾ യേശുവിനോട് ചോദിക്കുകയാണ്. അവൾ യേശുവിനോട് ചോദിച്ചു, ഏതാണ് ആരാധനയ്ക്കുള്ള ശരിയായ സ്ഥലം? നിങ്ങൾ ആരാധിക്കുന്ന യെരുശലേമാണോ, ഞങ്ങൾ ആരാധിക്കുന്ന ഗെരസീമാണോ? And Jesus, you see, now the topic of conversation is not family life, but it is about worship and spirituality. ഇപ്പോൾ ഈ സംഭാഷണത്തിൻ്റെ വിഷയം കുടുംബജീവിതമല്ല, അവിടെ നിന്നും ആരാധനയിലേക്കും ആത്മീകതയിലേക്കും അത് മാറുകയാണ്. And would not Jesus think that she is not up to discussing theology with him? എന്നാൽ യേശു കർത്താവ് ഒരിക്കലും ചിന്തിച്ചില്ല, ഈ സ്ത്രീക്ക് എന്നോട് ദൈവശാസ്ത്രം ചർച്ച ചെയ്യാനുള്ള യോഗ്യത അവൾക്കില്ല എന്ന്. A Jewish rabbi does not discuss Bible with a woman. സാധാരണയായി ഒരു യഹൂദ റബി, ഒരു ഗുരു, ഒരിക്കലും ഒരു സ്ത്രീയോട് വേദപുസ്തകമോ ദൈവശാസ്ത്രമോ ചർച്ച ചെയ്യാറില്ല. But here Jesus is willing to discuss with this woman. എന്നാൽ യേശു കർത്താവ് ഇവിടെ ഈ സ്ത്രീയോട് അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. In Bible, sometimes we think that there is only one answer. പലപ്പോഴും വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം മാത്രമാണ് എന്നാണ്. But Bible has many truths. എന്നാൽ വേദപുസ്തകത്തിൽ പല സത്യങ്ങളുണ്ട്. Bible has 7 faces, they say. വേദപുസ്തകം പറയുന്നു, വേദപുസ്തകത്തിൽ 7 മുഖങ്ങളുണ്ട് എന്ന്. That means the interpretations are infinite, the meanings are infinite. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, വേദപുസ്തകം നൽകുന്ന അർത്ഥങ്ങളും വേദപുസ്തകം നൽകുന്ന വിവിധ തലങ്ങളും അനന്തമായിട്ടുള്ളതാണ്. And now Jesus Christ is thinking, the Judeans are asking me whether Jerusalem is right. The Samaritan woman is asking me if Gerizim is right. But I know the third group of people. യേശു കർത്താവ് ഇപ്പോൾ ഇപ്രകാരം പറയുന്നു, യഹൂദനെ സംബന്ധിച്ചിടത്തോളം യെരുശലേമാണ് ശരിയായ സ്ഥലം, ശമര്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഗെരസീമാണ് ശരിയായ സ്ഥലം. എന്നാൽ യേശു പറയുന്നു, ഇപ്പോൾ ഇതാ മൂന്നാമത്തെ ഒരു ശരിയായ കാര്യവുമുണ്ട്. They are the people who will be Christians in a short time all over the world. അപ്പോൾ യേശു പറഞ്ഞു, ഈ മൂന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ്. അല്പനാളുകൾക്ക് ശേഷം അവർ ലോകം മുഴുവൻ പടരാനായി പോവുകയാണ്. They will also worship me. അവരും എന്നെ ആരാധിക്കാൻ പോകുന്നു.
That is why he politely, smilingly says to the woman, neither Jerusalem, neither Gerizim, but all over the world, in all the mountains of the world. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് ശാന്തമായി വിനയമുള്ളവനായി സ്ത്രീയോട് പറഞ്ഞു, യെരുശലേമോ ഗെരിസീമോ അല്ല, എന്നാൽ ദൈവത്തെ ആരാധിക്കേണ്ടത് ലോകമെമ്പാടുമാണ്. You remember, Jesus always had this in his mind. യേശു കർത്താവിൻ്റെ മനസ്സിൽ എപ്പോഴും ഇതുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. That is why he said, first in Jerusalem, then in Samaria, to the ends of the world you go and preach. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ആദ്യം യെരുശലേമിലും പിന്നെ ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം. My daughter, you may not realize now, but later you will know that not merely in Jerusalem, not merely in Gerizim, but I am opening up the gospel for the whole world, and you will see that they will worship the Lord in truth and spirit. യേശു കർത്താവ് സ്ത്രീയോട് പറഞ്ഞു, മകളെ, നീ ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം യെരുശലേമല്ല ഗെരിസീമോ അല്ല, ലോകമെമ്പാടും എന്നെ ആരാധിക്കുന്ന ആ ഒരു സമയം നിന്റെ മുൻപിലുണ്ട് എന്നുള്ളത് നീ തിരിച്ചറിയണം. Can you see in a moment how Jesus has lifted her in life? ഈ പ്രത്യേക സമയത്ത് യേശു കർത്താവ് എങ്ങനെയാണ് അവളുടെ ജീവിതത്തെ ഉയർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. How he has lifted up her perceptions. അവളുടെ കാഴ്ചപ്പാടുകളെ യേശു എങ്ങനെയാണ് ഉയർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. How he has transformed her that she is a woman who is speaking with God. അവൾ ഒരു ദൈവത്തോട് സംസാരിക്കാൻ തക്കവണ്ണം അവളെ എപ്രകാരം യേശു കർത്താവ് ഉയർത്തി എന്ന് നമുക്ക് മനസ്സിലാകും. And now she is saying, yes, I know, we are told that Messiah is coming. When he comes, he will show the right thing where to worship. ഇപ്പോൾ അവൾ യേശുവിനോട് പറയുന്നു, എനിക്കറിയാം മശിഹ വരുന്നുണ്ട്, മശിഹ വരുമ്പോൾ അവൻ സകലവും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. And this is the most vulnerable, weakest place in Jesus Christ. യേശു കർത്താവിൻ്റെ ജീവിതത്തിലെ വളരെ ദുർബലമായ ഒരു നിമിഷമായി ഇത് മാറുകയാണ്. He was able to hide his divinity to anybody he met. യേശു കർത്താവ് കണ്ടുമുട്ടിയതായ പല ആളുകളുടെയും മുൻപിൽ അവൻ്റെ ദൈവത്വത്തെ ഒന്ന് ഒളിച്ചു വെക്കാൻ അവന് കഴിഞ്ഞിരുന്നു. But to this daughter, he broke down. He could not hide. എന്നാൽ ഈ സ്ത്രീയുടെ മുൻപിൽ, ഈ മകളുടെ മുൻപിൽ അവൻ്റെ ദൈവത്വത്തെ മറച്ചു വെക്കാൻ അവൻ സാധിച്ചില്ല. അത് വല്ലാതെ വെളിപ്പെട്ട് വരികയായിരുന്നു. He simply had to say, I am that person, Amma. അപ്പോൾ ഈ സ്ത്രീയോട് അവൻ പറയുന്നു, മകളെ, ഞാനാണ് ആ മശിഹ. Jesus never shared with anybody openly like this that I am Messiah. ഇതുപോലെ തുറന്ന് യേശു ആരോടും പറഞ്ഞിട്ടില്ല ഞാനാണ് മശിഹ എന്ന്. That is why every time I read this passage, I am moved, because this was the most intimate conversation between God the Father and his daughter. ഈ വേദഭാഗം ഞാൻ വായിക്കുമ്പോഴൊക്കെയും എനിക്ക് വല്ലാത്ത ഒരു അനുഭവത്തിലൂടെ ഞാൻ പോകാറുണ്ട്. കാരണം ദൈവം തൻ്റെ മകളുമായി നടത്തുന്ന ഏറ്റവും അടുത്ത സംഭാഷണമാണിത്. Now the daughter discovers the father. ഇവിടെ മകൾ തൻ്റെ അപ്പനെ തിരിച്ചറിയുകയും കൂടെയാണ്. And she discovers that this is the Messiah. അവൾ അവിടെ തിരിച്ചറിയുന്നു, ഇവനാണ് മശിഹ. And she is not able to wait anymore. അവൾ ഇനിയും കാത്തിരിക്കേണ്ടതായ ആവശ്യമില്ല. By the time the disciples come, അപ്പോഴത്തേക്ക് ശിഷ്യന്മാർ കടന്നു വന്നപ്പോൾ, and they come with the food, അവർ ഭക്ഷണവുമായിട്ടാണ് വന്നത്. they are very surprised to see Jesus talking with a woman. യേശു കർത്താവ് ഒരു സ്ത്രീയോട് സംഭാഷിക്കുന്നത് വളരെ അമ്പരപ്പോടെയാണ് അവർ കണ്ടത്. Still they do not ask anything. എങ്കിലും അവർ ഒന്നും യേശുവിനോട് ചോദിച്ചില്ല. And they say, there is food here. എന്നിട്ട് അവർ യേശുവിനോട് പറഞ്ഞു, ഇതാ ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. And Jesus says, I have some food which you do not know. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. They think that perhaps somebody has brought food. ഒരു പക്ഷേ ശിഷ്യന്മാർ ചിന്തിച്ചിരിക്കാം, ആരോ യേശുവിന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. But it was to do the will of the Father. That was Jesus, the food he mentions. എന്നാൽ യേശു പറയുന്ന ആഹാരം എന്ന് പറയുന്നത് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ള ആഹാരമാണ്. So this passage speaks about the living water and the living food. ഈ വേദഭാഗം നമ്മോട് പറയുന്നത് ജീവനുള്ള ജലത്തെക്കുറിച്ചും ജീവനുള്ള ഭക്ഷണത്തെക്കുറിച്ചുമാണ്. By the time it says, she left the bucket and she ran to her village. ആ സമയമായപ്പോഴത്തേക്കും
ഈ സ്ത്രീ തൻ്റെ പാത്രം ഉപേക്ഷിച്ച് പട്ടണത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. Water is the most important thing in life. അവളുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ നിമിഷം, സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് ഈ ജലമായിരുന്നു. She may not have had the resources to buy another bucket. ഒരു പക്ഷേ അവൾക്ക് മറ്റൊരു പാത്രം വാങ്ങിക്കുവാനുള്ള പണം ഉണ്ടാകുമായിരിക്കില്ല. But when we see the most important thing in our life, we throw away the less important things. എന്നാൽ അവളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യം അവൾ മനസ്സിലാക്കിയപ്പോൾ അവളുടെ ജീവിതത്തിലെ മറ്റെല്ലാം അവൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു. Don't we have this experience in our life? നമ്മുടെ ജീവിതത്തിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടോ? Some of the things which we thought that this is the most important, which I cannot give up at any cost, but when Christ came into our life, that simply disappeared. ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം അപ്രസക്തമായി പോകും എന്ന് നാം തിരിച്ചറിയുന്നു. Christ is the most valuable possession. നമ്മുടെ ജീവിതത്തിൽ നാം കൈവശമാക്കേണ്ട ഏറ്റവും വലിയ സമ്പത്താണ് ക്രിസ്തു. That young man, when he came to see Jesus, ആ യൗവനക്കാരനായ മനുഷ്യൻ യേശുവിനെ കാണാൻ വന്നപ്പോൾ Jesus was suggesting, give up what you have and come to me. You can stay with me. You can listen to me. You can sleep with me. That was the biggest privilege any human can have. ആ മനുഷ്യനോട് യേശു കർത്താവ് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ നീ വലിയതെന്ന് കരുതുന്നതിനെയൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വരിക, നിനക്ക് എന്നോടുകൂടെ താമസിക്കാം, എന്നോട് സംഭാഷിക്കാം. അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയതായ കാര്യം. Who can have the privilege to stay with Jesus? ആർക്കാണ് യേശുവിനോടൊപ്പം ജീവിക്കുവാനുള്ള ഈ മഹത്വമായ പദവി ലഭ്യമായിട്ടുള്ളത്? But that young boy did not know the privilege that came in his life. എന്നാൽ ആ യൗവനക്കാരന് മനസ്സിലായില്ല ഇതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്വമുള്ള കാര്യമെന്ന്. What a privilege he lost. അവൻ നഷ്ടമാക്കിയത് എത്ര വലിയ മഹത്വകരമായ അനുഭവമാണ്. That is why I always recognize there is nothing more difficult to give up when we have Jesus Christ in our life. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നാം പ്രയാസമുള്ളവരായി തീരുന്നത് ഇത്തരം കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നതിലാണ്. And now this woman runs to her village. ഇവിടെ അവൾ തൻ്റെ ഗ്രാമത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ്. And she meets the men. അവിടെയുള്ള പുരുഷന്മാരെ അവൾ കണ്ടെത്തുന്നു. A woman who was not even able to meet the fellow women. ഒരു സ്ത്രീ തൻ്റെ കൂടെ ജീവിക്കുന്നതായ സ്ത്രീകളെ കാണാൻ കഴിയാത്തവൾ. A woman who was badly battered by men all her life. അവളുടെ ജീവിതത്തിൽ ഉടനീളം പുരുഷന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട ഒരു സ്ത്രീ. A woman who has only seen bad men in her life. അവളുടെ ജീവിതത്തിൽ ഒരിക്കലും നല്ല പുരുഷന്മാരെ കാണാത്ത ഒരു സ്ത്രീ. But now he runs to the men in the village. എന്നാൽ ഇപ്പോൾ അവൾ ഓടിച്ചെല്ലുന്നത് ആ ഗ്രാമത്തിലെ പുരുഷന്മാരുടെ അടുക്കലേക്ക് തന്നെയാണ്. Would you come and see that person who is here? അവൾ അവരോട് പറയുന്നു, എൻ്റെ കൂടെ വന്ന് നമ്മുടെ ഗ്രാമത്തിൽ വന്ന ആ മനുഷ്യനെ നിങ്ങളൊന്ന് കാണുമോ? He is none other than the Messiah. അവൻ മശിഹ അല്ലാതെ മറ്റാരുമല്ല. The woman thinks these people must come and see Jesus. അവൾ ആഗ്രഹിച്ചത് ഈ മനുഷ്യരെല്ലാം വന്ന് യേശുവിനെ കാണണം എന്നാണ്. The life of these men must be transformed. ഈ പുരുഷന്മാരുടെ ജീവിതം രൂപാന്തരപ്പെടണം എന്ന് അവൾ ആഗ്രഹിച്ചു. Any woman's life should not be ruined like my life. എൻ്റെ ജീവിതം നശിപ്പിക്കപ്പെട്ടതുപോലെ ഇനി ഒരു സ്ത്രീയുടെയും ജീവിതം നശിപ്പിക്കപ്പെടാൻ പാടില്ല. And then we always do not believe that our words will be believed by people. അത് മാത്രമല്ല, പലപ്പോഴും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർ വിശ്വസിക്കുമെന്നും നമ്മൾ കരുതാറില്ല. But with what hope, with what trust this woman was running and speaking to those men. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീ അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഈ സ്ത്രീ ആരാണെന്നുള്ളത് അവർക്ക് നന്നായി അറിയാമായിരുന്നു. This is where God interacts. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. It is not we who make the people believe. നമ്മൾ പറയുന്നത് കൊണ്ടല്ല, നമ്മളല്ല ജനങ്ങളെ വിശ്വസിക്കാനായി പ്രേരിപ്പിക്കുന്നത്. But before we go there, God is there already. നാം പോകുന്നതിന് മുൻപേ യേശു
ദൈവം അവിടെ ഉണ്ടാവും. And God prepares their minds and hearts. നമ്മെ കേൾക്കുന്നവരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കുന്നത് ദൈവമാണ്. And they will hear even the most unhearable people in this world. ഒരുപക്ഷെ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളിൽ നിന്ന് പോലും അവർ കേൾക്കത്തക്കവണ്ണം യേശു അവരെ ഒരുക്കും. Even among the Samaritan women, she was the most despised person. ഈ ശമര്യക്കാർ സ്ത്രീകളെ എല്ലാവരുടെയും നടുവിലും ഈ സ്ത്രീ അതിലും അപമാനിക്കപ്പെട്ട സ്ത്രീ ആയിരുന്നു. So the choice of the missionary seems to be an irony for us. How God can choose this person for evangelism, for mission. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് യേശു സുവിശേഷം പങ്കുവെക്കാനായി ഇത്തരം ആളുകളെ, ഈ സ്ത്രീയെ തെരഞ്ഞെടുത്തത് എന്നുള്ള വലിയ സംശയം നമ്മളിലുണ്ട്. And whoever speaks, when the Lord is there, miracle happens. ആര് സംസാരിക്കുന്നു എന്നുള്ളതല്ല, ആര് സംസാരിച്ചാലും ദൈവം, യേശു അവിടെ ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. And now the miracle happens. അവിടെയാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്, ഇവിടെ അത്ഭുതം നടക്കുന്നു എന്ന്. The men come to see Jesus. ആ പുരുഷന്മാരെല്ലാം യേശുവിനെ കാണാനായി വരുന്നു. Can you believe it? നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുമോ? And they speak to Jesus. അവർ യേശുവിനോട് സംഭാഷിക്കുന്നു. And Jesus speaks to them. യേശു അവരോട് സംസാരിക്കുന്നു. And now they recognize and they say to Jesus, "You are the savior of the world." അവർ തിരിച്ചറിയുകയാണ്. അവർ യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു, ഈ ലോകത്തിന്റെ രക്ഷിതാവ് നീയാണ്. And now they invite Jesus to come and stay with them. ഇപ്പോൾ അവർ യേശുവിനോട് പറയുന്നു, നീ ഞങ്ങളുടെ കൂടെ വന്ന് പാർക്കണം. Jesus was only like a wayfarer in that place. യേശു കർത്താവ് അതിലെ ഒരു വഴിയാത്രക്കാരനായി വന്നതാണ്. But he becomes like a resident among them. എന്നാൽ യേശു അവിടുത്തെ ഒരു താമസക്കാരനായി മാറുകയാണ്. And they gave a wonderful hospitality to Jesus. യേശുവിനെ വളരെ വലിയ ഒരു സ്വീകരണം അവർ നൽകുകയാണ്. And the whole people become the disciples of Jesus. അവിടെയുള്ള മുഴുവൻ ആളുകളും യേശുവിന്റെ ശിഷ്യരായി And മാറുകയാണ്. so happily they bid farewell to Jesus. യേശുവിന് അവർ നല്ല സന്തോഷത്തോടു കൂടെയുള്ള ഒരു യാത്രയപ്പം നൽകി. And now they tell the woman, ഇപ്പോൾ അവർ ഈ സ്ത്രീയോട് പറയുന്നു, "What you told us is true. നീ ഞങ്ങളോട് പറഞ്ഞത് സത്യമായിരുന്നു. But we did not accept him simply because you told us. നീ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ അവനെ സ്വീകരിച്ചത്. Like you, we have also come to know that he is Messiah." നീ മനസ്സിലാക്കിയതുപോലെ ഞങ്ങളും അവനാണ് യഥാർത്ഥമായ മശിഹ എന്ന് മനസ്സിലാക്കി. This is what a church means. ഇതാണ് സഭ എന്ന് പറയുന്നത്. When all of us gather, നാം എല്ലാവരും ചേർന്ന് വരുമ്പോൾ we are moved by the love of Christ. യേശു കർത്താവിന്റെ സ്നേഹത്തിലാണ് നാം ചേർന്ന് വരുന്നത്. And each one of us stand up and share what God has done in our life. നാം ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് പറയണം, ഈ യേശു എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തതെന്ന്. May God's name be glorified. ദൈവനാമം ഈ വചനങ്ങളിലൂടെ മഹിമപ്പെടട്ടെ. Amen. ആമേൻ. സ്നേഹം ചൊരിഞ്ഞിടുവാൻ വിശ്വാസം പ്രത്യാശ നിറച്ചിടണേ. നിന്നാമം ഉയർത്തുവാൻ സ്നേഹം ചൊരിഞ്ഞിടുവാൻ വിശ്വാസം പ്രത്യാശ നിറച്ചിടണേ. ആത്മാവിൻ നിറവിൽ സത്യത്തിൽ ആരാധിപ്പാൻ തിരുകൃപയെന്നിൽ പകർന്നിടണേ. ആത്മാവിൻ നിറവിൽ സത്യത്തിൽ ആരാധിപ്പാൻ തിരുകൃപയെന്നിൽ പകർന്നിടണേ. ഞാൻ എൻ്റെ വഴികളെ നിനച്ചു, നീ എൻ്റെ പാതകളെ ഒരുക്കി. നീ ചെയ്ത നന്മകളോർത്തിടുമ്പോൾ സ്തോത്രം ഞാൻ പാടിടുന്നു. പൂർണ്ണ ഹൃദയത്തോടെ നാഥാ ഞാൻ വരുന്നു. തിരുവേലയെ തികച്ചിടുവാൻ നിൻ കൃപ പകരണമേ. പൂർണ്ണ ഹൃദയ